ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഒരു പിടി മുരിങ്ങയില മതി ഇതുപോലെ തന്നെ നാടൻ രുചിക്കൂട്ടിൽ ഒരു ഒഴിച്ചുകറി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ ഒഴിച്ചുകറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പിടി മുരിങ്ങയിലയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൊട്ടും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറി കിട്ടുന്നതായിരിക്കും. ഇനി മുൻകൂട്ടി തന്നെ നമുക്ക് ഇതിനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു ജാറിനകത്ത് 1.5 പിടി തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 4 കഷ്ണം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളക് ഒടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു നുള്ളു ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, സ്വല്പം കളറിനായിട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് വെള്ളവും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. അരപ്പൊക്കെ ഇവിടെ നന്നായിട്ട് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നേരത്തെ കഴുകി വെച്ചിരുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കുകയാണ്. മുരിങ്ങയില നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുരിങ്ങയിലയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് വാടി മുരിങ്ങയിലയുടെ പച്ച ചവയൊക്കെ മാറി സ്വല്പം ഒന്ന് മുരിങ്ങയില ഒന്ന് വെന്ത് വരണം. മുരിങ്ങയില വാടി വരുന്ന സമയത്ത് കുറച്ചേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് മുരിങ്ങയില ചേർത്ത് കൊടുക്കുക. മുരിങ്ങയിലയൊക്കെ നല്ലതുപോലെ വാടി എണ്ണയിലൊന്ന് മൂത്ത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നേരത്തെ അരച്ചു വെച്ചിരുന്ന അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കറി തണുത്ത് വരുന്ന സമയത്ത് നല്ലതുപോലെ കുറുകി വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം മുൻകൂട്ടി തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ജാറിൽ തന്നെ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയം കൊണ്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ. അരപ്പിന്റെ പച്ചമണമൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി കിട്ടട്ടെ. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. മൺചട്ടിയിലായതുകൊണ്ട് തന്നെ കറി പെട്ടെന്ന് തന്നെ ചൂടായി വരുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒരു തിള വന്ന് കറി ഒന്ന് നല്ലതുപോലെ ചൂടായി. കറി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനായിട്ട് ഒരു താളിപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് മറ്റൊരു പാത്രം സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കടുക് പൊട്ടിക്കാം. ഒരു വറ്റൽമുളക് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് ഒരു 4 കഷ്ണം കൊച്ചുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി ബ്രൗൺ കളറായി വരട്ടെ. അപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. താളിപ്പ് ഇവിടെ നന്നായിട്ട് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ആ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില ഒഴിച്ചുകറി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നുപോലെ. വളരെ സിമ്പിളായിട്ട് വെറും 10 മിനിറ്റിൽ തന്നെയാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.